ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങ, പയറ്, ചേന മൂന്നും കൂടി ഒരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എരിശ്ശേരിക്കുള്ള പയറ് വേവിച്ചു. അതിലേക്ക് മത്തങ്ങയും ചേനയും ഇടുവാണ്. മത്തങ്ങയും ചേനയും ഇട്ടു. നമ്മൾ ഉപ്പ് എരിശ്ശേരിക്ക് ആവശ്യമായ ഉപ്പ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ശരിക്കും അധികം എരിവ് വേണ്ട. ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, ആവശ്യമായ പച്ചമുളക്. നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാം. നമുക്കിത് അടച്ചു വയ്ക്കാം. എരിശ്ശേരിക്ക് ആവശ്യമായ തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം, പച്ചമുളക് ഇടുന്നില്ല. പച്ചമുളക് കറിയിൽ ആവശ്യമുള്ളത് ഇട്ടിട്ടുണ്ട്. തേങ്ങയും ജീരകവും മാത്രം ഒഴിക്കാനാണ്. എരിശ്ശേരിക്ക് തേങ്ങയും ജീരകവും അരച്ചൊഴിക്കാനാണ്. നമ്മുടെ മത്തങ്ങയും പയറും ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കാം. തേങ്ങയും ജീരകവും മാത്രമാണ് അരച്ചിട്ടുള്ളൂ. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി കടുക് വറുത്ത് ശേഷം തേങ്ങയും വറുത്തിട്ടതാണ്. നമ്മൾ തേങ്ങ അരപ്പ് നന്നായി മിക്സ് ചെയ്ത് തിള വന്നു. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചട്ടി ചൂടാവട്ടെ. നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനായി ചെറിയ ഉള്ളി അരിഞ്ഞത്, വേപ്പില, വറ്റൽമുളക്,
കാണിച്ചത്. ഉള്ളി ചെറുതായി മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ വറുത്തിടുന്നതാണ് എരിശ്ശേരിയുടെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റും ഉള്ള എരിശ്ശേരിക്ക് തേങ്ങ വറുത്തിടണം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് എരിശ്ശേരിയിലേക്ക് കടുക് വറുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി റെഡി. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നതെന്നറിയാം, എന്നാലും എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ടാറ്റാ, ബൈ ബൈ. അടുത്ത കുക്കിംഗ് വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.